മീന ഹസ്ബൻഡ് മരിച്ചു. അതെ. അപ്പം അന്ന് കുറച്ച് ഭയങ്കര ലങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഭയങ്കര മീ ആൻഡ് മീന ഇസ് വെരി ടെൻസ്. അന്ന് ഷീ കോൾ മീ ആൻഡ് ഷീസ് ക്രൈങ്, എന്ത് ചെയ്യാം മാസ്റ്റർ, ഡൽഹിക്ക് വിളിക്കണം. ഇമ്മീഡിയറ്റ് ഐ കോൾ സുരേഷ് സാർ. ആൻഡ് ഒരു 2 hours ഭയങ്കര ഒരു എவ்வளோ ட்ரை ചെയ്തു സുരേഷ് சார். பட் அது வந்து நான் மறக்கவே மாட்டேன், வாழ்க்கையில் மறக்க முடியாது. சுரேஷ் சார் வந்து ஒரு ஹெல்ப் பண்ணது மீனாக்கு. அண்ட் தேங்க்யூ ஸோ മച്ച് സാർ. മീന സാർബിൽ உங்களுக்கு நான் താങ്ക്സ് சொல்கிறேன். അത് നടക്കാത്തതിന് നമുക്ക് ടെക്നിക്കലായിട്ടുള്ള നിയമപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഏത് സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു മീനയുടെ ഹസ്ബൻഡിൻ്റെ നാട് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ. ആൻഡ് മീന ബിലോങ് ടു കേരള. 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 അപ്പോൾ ഇതിലേത് സ്റ്റേറ്റ് എന്നുള്ളത് പേഷ്യൻറ്റിൻ്റെ സ്റ്റേറ്റസ് എവിടെയാണോ അതായിരിക്കും. അപ്പോൾ അത് സ്റ്റേറ്റസ് കോ ആയിട്ട് വെച്ചുകൊണ്ട് ആ സ്റ്റേറ്റാണ് ഈ പറയുന്ന ഒരു കഡാവറിന് കണ്ടെത്തേണ്ടതും ആ ഓർഗൻ ഡൊണേഷൻ സാധ്യമാക്കേണ്ടതും. ഞാൻ പക്ഷേ എനിക്ക് സ്വാധീനമുള്ള 5 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കണ്ണീരിൽ കുതിർന്ന അപേക്ഷ അയച്ചു. ഞാൻ പ്രധാനമന്ത്രിക്കും കത്തെഴുതി. എൻ്റെ കൂടെ നിരവധി സിനിമകൾ ചെയ്ത നായികയാണ്, കൊച്ചുകുട്ടിയാണ്, അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. അദ്ദേഹത്തിനും ഈ ഒരു നിയമം പ്രധാനമന്ത്രിയല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും. അപ്പോൾ ആ നിയമത്തിൻ്റെ ഘടനയിൽ മാറ്റം വന്നാൽ നമുക്ക് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അങ്ങനെ ഒരു കാലം ഉണ്ടാവട്ടെ. വളരെ ഒരു സോറിഫുൾ ഹാർട്ടാണ് എനിക്ക് മീനയ്ക്ക് കൊടുക്കാൻ പറ്റിയത്. പക്ഷേ നമ്മളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു. നമുക്ക് ഇതാണ് നമ്മൾ പറഞ്ഞല്ലോ, അതൊക്കെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്.